ഇവൾക്ക് ലേശം ബുദ്ധി വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. നമ്മൾ അങ്ങനെ തിരിച്ചു വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ ഹിബ? വീക്കിലി ഒരു വീഡിയോ ഇടുന്നു പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് വീണ്ടും സാധിച്ചില്ല. പക്ഷെ ഇന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട് അല്ലേ? യാരതാ ഓളെ ഉമ്മന്റെ പോലെ തന്നെയാണ്, വെറുതെ കരയ, വെറുതെ കിടന്ന് കച്ചറുണ്ടാക്ക. ഇവന്റെ പേരിലപ്പോ അങ്ങനെയാണ് യാര. നിന്റെ പേരകത്തുമ്പോ ഓള് നല്ല കുട്ടിയാട്ടോ അല്ല ഇവ? അതെ അതെ അതെ. എന്താ യാരന്റെ മുടിയൊന്ന് കാണിച്ചെടുക്ക്. യാര മുടി കാണിച്ചെടുക്ക്. യാര മുടി കാണിച്ചെടുക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഹിബ എങ്ങോട്ടാ പോണേ? അതെ അതെ അതെ, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ കോസ്റ്റ്യൂം ഇട്ടില്ല അപ്പൊ തന്നെ ഹിബ യാരക്കല്ല ഹിബ. ഞാൻ അറിയാതെ ഹിബാന്നായി പോയി പറഞ്ഞത് അല്ലേ? അല്ല ഹിബക്കല്ല കേട്ടോ. അതെ അതെ അതെ. അപ്പൊ നമ്മള് സായാഹ്ന സന്ധ്യയിൽ ഇങ്ങനെ നിക്കുകയാണ്. അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ അല്ലേ? കമോൺ, ഇന്ന് കുറച്ച് വിശേഷങ്ങളുണ്ട് പറഞ്ഞുതരാം അല്ലേ? അപ്പൊ അമ്മ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും അതൊക്കെ എടുക്കണത്. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, എനിക്ക് ഹിബ വാങ്ങി തന്ന ബാഗാണ്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതിന് എത്ര റുപ്യ? ഇത് ഗൾഫിൽ നിന്ന് വാങ്ങിയായി. ഹിബയ്ക്ക് ഗൾഫിൽ നിന്ന് വാങ്ങിയ ബാഗാണ്. പിന്നെ ഈ ബാഗിന്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇങ്ങനത്തെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല, ഫേവറേറ്റ് ആണെന്നുള്ളൂ. ട്രിപ്പ് പോകുമ്പോഴാണല്ലേ, നമ്മളിപ്പോ ട്രിപ്പ് ഒന്നും പോക്കില്ല. പിന്നെതാ ഇപ്പൊ യാര വന്നതിനെ കൊണ്ട് ഇവിടെ പോയാലും ട്രിപ്പാ. അതിനെ കൊണ്ട് വെറുതെ ട്രിപ്പ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് എവിടെ ട്രിപ്പ് പോകാറില്ല. ട്രിപ്പിംഗ് മച്ചാനെ. ഇതൊരു ബാഗാണ്. ഇതൊക്കെ എന്തിനാണ് ഉള്ളത്? നമ്മുടെ യാരുടെ ഡ്രസ്സാണല്ലോ. ഇതൊക്കെ എന്തിനാ എടുക്കണമെന്നുള്ള നമ്മള് കാണിച്ചത്. പിന്നെ ഇതൊരു ഫ്ലാസ്ക് ഒക്കെ എടുത്തിട്ടാട്ടോ പോണത്. പിന്നെ നമുക്ക് ഫുൾ ടൈം പരാതിയാണ്. എന്താ വെച്ചാല് കൊണ്ടാണ പാത്രങ്ങൾ തിരിച്ചു കൊണ്ടിരില്ല. നമുക്ക് ഉമ്മന്റെ കണ്ടെയ്നർ തിരിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഉമ്മന്റെ സ്വഭാവം മാറും. അപ്പൊ ദാ കൊണ്ടുപോയി കുഴിച്ചിടാൻ. അസിക്കാക്കന്റെ പോലെ അല്ല. അസിക്കാക്ക് എന്ത് പോയാലും കുഴപ്പമില്ല, ഭാര്യ പോയാലും കുഴപ്പമില്ല, ചിലതൊക്കെ പോയ പ്രശ്നട്ടാ, കുട്ടി പോയാലും കുഴപ്പമില്ല. പക്ഷെ ഇമ്മക്ക് അതുപോലല്ല. ഉമ്മന്റെ കുട്ടികളും കണ്ടെയ്നർ പോയ സീന. കുട്ടി പോയാലും സീനാണ്. ഇല്ല ഇല്ല, ഒരു സീനില്ല, ഒരു സീനുമില്ല. അസിക്കാക്കല്ലേ. ഞാനിവിടെ ഒരു കൊളാമ്പി പൂ ഒഴിച്ചിന്, യാരക്കും കൊടുത്തിന്. പിന്നെ പക്ഷെ യാരനെ കാണാതെ ഞാൻ യാരുടെ തലയിൽ ഒന്ന് ഫിറ്റ് ചെയ്തിന്. ഇങ്ങനെ സെയിം സെയിം ബട്ട് ഡിഫറെന്റ് അല്ലേ യാര? പറയ്. അങ്ങനെ ഞങ്ങൾ ഇതാ കല്ലായിൽ എത്തിയിട്ടുണ്ട്. കലായില് എവിടെ വന്നിട്ട് ഫാസിക്കാക്കന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പപ്പയും മോളും ഇവിടെ എന്ത് ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. യെസ്, നമുക്ക് ഉള്ളിലോട്ടേക്ക് പോയോക്കാം. എന്താ ഇവിടെ വിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ വിശേഷം നമ്മൾ നാളെ പറയാം. ഇന്ന് ഇവിടെ എന്താ ഹിബ എന്തൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടി പോകുന്നത്. നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാണ്. സാധാരണ അവള് കച്ചറ ഉണ്ടാക്കാറ്. ഇന്ന് എന്താണ് അവൾ ഉണ്ടാക്കാൻ പോണത്? തിന്നണം എന്തോ ഉണ്ടാക്കിണ്ട്. ഫസികാക്ക എന്തായാലും ഫസികാക്ക ഉണ്ടാക്കി ഈ കുട്ടീനെ നോക്കിട്ടാ. വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ ഇതിനെങ്കിൽ നോക്കിട്ടാ. അധികം ഉണ്ടാക്കാൻ വരില്ലേ ആള്. ഓ, നമ്മുടെ പഴയ വീട് എന്താ ഒരു മാറ്റം ഇല്ല. ഇവിടൊക്കെ എന്താ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഉണങ്ങാനാണ് തോന്നുന്നു. നമ്മളെ പണ്ടത്തെ നൊസ്റ്റു സ്പോട്ട്. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പല ചലഞ്ചുകളും ചെയ്യാറുണ്ട്. ഇവിടെയുള്ള ഈ സോഫ വന്നതിന് ശേഷം ഇപ്പൊ ചലഞ്ചുകളും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലൈഫ് തന്നെ ഒരു ചലഞ്ചായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, അതിനെക്കൂടെ ഇപ്പൊ ചലഞ്ചും ചെയ്യില്ല. അപ്പൊ ഇന്ന് എല്ലാവർക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇനി വേറെ സാധനങ്ങൾ കാണിച്ചേ. യാരാ പപ്പന്റെ യാര ബേബി ഇവിടെ കാണിച്ചു കൊടുക്ക്. പപ്പന്റെ ഗ്യോക്കറസ് ആക്കും. ആർസണലിന്റെ ഗ്യോക്കറസ് എങ്ങനെയാ യാരാ? ഈ പപ്പന്റെ താടി എവിടെ യാരാ? ഇനി പപ്പക്ക് ഒറ്റ എടുക്ക്. യാരിന്റെ കണ്ണെവിടെ കാണിച്ചു കൊടുക്ക്. യാരിന്റെ മൂക്ക് എവിടെ? മൂക്ക് യാരിന്റെ മൂക്ക്. നോസ് യാരിന്റെ നോസ് എവിടെ? കൈ വേണ്ട. അപ്പൊ കൈ ഇട്ടാളും. അപ്പൊ യാരെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ മമ്മന്റെ സ്കില്ലാണ്. അതൊക്കെ മമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളിതാ ഇവിടേക്ക് പോവാണ്. ഇവിടെ എത്തുമ്പോ നമുക്ക് പലവിധ ആൾക്കാരെ കാണാൻ. അതെന്താ അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട്. അതാ അങ്ങനെതാ നമ്മുടെ മമ്മീനെ കണ്ടിരിക്കണം. എല്ലാരും കല്ലു മമ്മി എവിടെ ചോദിച്ചിട്ട് ഇന്റെ മോനെ. അപ്പൊ വേറൊന്നല്ല, മമ്മ പോവാണ്. മമ്മ ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുക്കാൻ പോവാ സൗദി അറേബ്യയിലേക്ക്. ഓ മൈ ഗോഡ്, ഞാൻ ഇവിടെ എന്തോ വെച്ചിന് കരിഞ്ഞോ ആവോ.
ചട്ടിപ്പതിരി കരിയിപ്പിച്ച് ഗൈസ്. അല്ല ഇല്ല ഇല്ല. നോ ഞാൻ ഇവിടെ മമ്മിക്ക് നാളെ പോവായിട്ട് മമ്മിക്ക് വേറെ ഏതോ വീട്ടില് കോൾ കൊടുക്കാണ്ട് ഞാൻ പറഞ്ഞു പാവല്ലേ ഉണ്ടാക്കി. അപ്പൊ ദാ മമ്മി ഇവിടെ നിന്ന് പോവാണ്, സൗദിയിലേക്ക് പറഞ്ഞയക്കാണ് മമ്മീനെ. അവിടെ ഹൗസ് ഡ്രൈവർ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് മമ്മിക്ക്. മമ്മി ഉമ്മക്ക് ഹൗസ് ഡ്രൈവർ ആയിട്ട് ജോലി കിട്ടിയില്ലേ? എന്താ അവിടെ ഓതണേ? ഓതിയൊക്കെ എന്താ? ആ ആരാണ് ക്യാമറമാൻ? ഇതാ ഇവനെങ്ങളെ നോക്കി വച്ചോ. എന്താണ് ഇല്ലേ? ഒരു വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. പിന്നെ ഉമ്മ നിങ്ങക്ക് സൗദിയിൽ ഹൗസ് ഡ്രൈവർ ആയിട്ട് ജോലി കിട്ടിയത്? എടാ എന്താ ജോലി കിട്ടിയേ ഉമ്മക്ക്? ഗദ്ദാമേ അതെന്താ? അപ്പം അവരെങ്ങോട്ടേലും സൗദിയിലേക്ക് എന്തെങ്കിലും ഉമ്രക്കൊക്കെ പോകുമ്പോ 2 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കുക. കാരണം സൗദിയിലൊക്കെ പോകുമ്പോ ക്ഷീണിച്ചു പോകും. ഇല്ല അപ്പൊ പോണ ദിവസം വരെ ഇവിടെ കോള് കൊടുക്കലും പരിപാടികളൊക്കെ എന്താ ചെയ്യാ. എന്താ ഉണ്ടാക്കണ? ചട്ടിപ്പത്തിരി അല്ലേ? ഓ ഇപ്പൊ കച്ചറല്ലാണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കൂലേ ഉമ്മ? സാധാരണ നമ്മള് കച്ചറല്ലേ ഉണ്ടാക്കിയല്ലേ? ഇന്ന് ഫുഡാണ് കേട്ടാ അല്ലേ? ഇതിനെടുക്കണേക്കാടി എന്നെ അങ്ങോട്ട് എടുക്കണല്ലേ? ഇവൾക്ക് ഇവളെ ഉമ്മനെ മാത്രമേ കണ്ടാലേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? അല്ലല്ല അല്ല പൊയ്ക്കോളും. എന്താ കല്ലെന്താ? മൂത്രത്തെ കല്ലുണ്ട് ആർക്കെങ്കിലും ഇവിടെ കല്ലെടുത്ത് വെക്കാന്. പിന്നെന്താ തറടിക്കാൻ പോകണ്ട? അപ്പൊ നമ്മളെ ഇവിടെ ദുബായിലൊരു അമ്മായി ഉണ്ട്, ഷാർജയല്ലേ. അപ്പൊ അമ്മായി തിരിച്ചു വന്നപ്പോഴേ കൊറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്താലോ ഗൈസ്? ഓക്കെ അൺബോക്സ് ചെയ്യാവേ. അൺബോക്സ് ചെയ്ത് അപ്പൊ സ്റ്റിക്കേഴ്സിന്റെ പിന്നെ എന്തൊക്കെയാ ഉള്ളത്? പിന്നെ നമ്മളെ പശുമുട്ടായിന്റെ പേരെന്താ? ഫഡ്ജ്. പിന്നെതാ ഇതൊക്കെ കൊണ്ടുവന്നിട്ടാ. പിന്നെ അമ്മായിക്ക് ഒരു കുട്ടിയുണ്ട്, അമ്മായിന്റെ കുട്ടീനെ കീഴിലിട്ടിട്ടാ തന്നത് അല്ലേ? ഉമ്മ അൺബോക്സ് ചെയ്തോളൂടാ പട്ടി. എന്താ അപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളതൊക്കെ എന്താ വെച്ചാ കൊടുക്കാം അല്ലെ അമ്മായി? അല്ലേ? ഇപ്പൊ യാരിന്റെ പുതിയ ബെഡാട്ടത്. നല്ല സിപ്പൊക്കെ ഇട്ടോണ്ട് നല്ല സെറ്റപ്പ് ആയിട്ടാണുള്ളത് ഇവിടെ. ഇഷ്ടപ്പെട്ടാ? അടിപൊളി അടിപൊളി. പുതിയ ബെഡ് ഞാൻ ഫ്രാഡില് പിന്നെ തൊട്ടില് ബെഡൊന്നും വാങ്ങി വെറുതെ പൈസ നോക്കണ. ഇതുപോലത്തെ ഒരു പെട്ടി വാങ്ങിയത് ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയ പൈസ കിട്ടിയത് 1500 രൂപ 1200 രൂപയൊക്കെ ഞാൻ എത്ര ബെല്ല പെട്ടി കിട്ടിയത്. അപ്പൊ ഇങ്ങനത്തെ പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവര് ഹാപ്പി, നമ്മള് ഹാപ്പി. അല്ലാതെ വെറുതെ വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് ഫർണിച്ചറൊക്കെ വെച്ചിട്ട് എന്തിനാ അങ്ങനെയൊക്കെ? ഇതൊക്കെ മതി. യെസ് അപ്പൊ ഹിബ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെ? എന്തൊരു നല്ല മരുമോള് ഓർങ്ങുമ്പോ അല്ലേ ഇവ? എടാ അനക്കൊക്കെ എന്താ പണി? ഇയൊക്കെ ഗൈസ് ഇവനൊക്കെ 14 ദിവസം പട്ടിണി കേട്ടോ. ഇവനൊക്കെ 14 ദിവസം പട്ടിണിയാണ് ഗൈസ്. മമ്മി ഒന്നും ഇല്ല അവിടെ ഫുഡ് ഉണ്ടാക്കാന്. ഇതെന്താ ഇതിപ്പോ പെട്ടിയില്? ഇവനും പട്ടിണിയാ അല്ലടാ? നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് വരാം, അവിടെ ഫുഡ് ഉണ്ടാകും. അതെ അവിടെ എന്തായാലും ഫുഡ് ഉണ്ടാവും. സമാധാനം ഇല്ലെങ്കിൽ ഫുഡ് ഉണ്ട് കേട്ടോ അവിടെ അല്ലേ ഇസു? അല്ലേ? അത് സമാധാനപരമല്ലെങ്കിലും ഫുഡിന് ഒരു ക്ഷാമമില്ല. ആരെ നോക്ക് പാവം മമ്മിയുടെ ഇതൊന്ന് ബാഗൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എന്താ കയറെന്തിനാ? കയറെന്തിനാ നിങ്ങക്ക്? അടിപൊളി. ഇമ്മ എവിടെ പോയാലും റിസോർട്ടിലൊക്കെ പോയാലും ബാത്റൂം ഒക്കെ ക്ലീൻ ആക്കും ഗൈസ്. അതുപോലത്തെ ഒരു ടൈപ്പാണ്. എവിടെ പോയാലും ക്ലീൻ ആക്കിക്കൊണ്ടേ ഫ്ലാസ്കിനൊക്കെ ഇവിടെ ചൂടുവെള്ളത്തിന്റെ അളവൊക്കെ ഉണ്ട് ആരൊക്കെ തന്നെ. എന്താ മമ്മി? അയ്യോ സൗദിയിലേക്ക് പാസ്പോർട്ട് വേണ്ട. പഠിച്ചോനെ കാണാൻ പോകുമ്പോ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. ആധാർ ചിലപ്പോ വേണ്ടി വരും കേട്ടാ. ഐഡന്റിഫിക്കേഷൻ ചിലപ്പോ വേണ്ടി വരും. നോക്കട്ടെ ആധാർ കാർഡ് നോക്കട്ടെ. മമ്മീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഞാൻ പുറത്ത് വിട്ടിട്ടാ. 1970 ഗാന്ധിജി ജനിച്ച
സ്വാതന്ത്ര്യം കിട്ടി 20 കൊല്ലം കഴിഞ്ഞ് ജനിച്ചത് ഇട്ടായത് നല്ല വയസ്സെത്തിയാല ഈ പാൻ കാർഡ് ഓ അവിടെ ബിസിനസ് കൊളാബറേഷന് വേണ്ടി പോവാ. പാൻ കാർഡ് അതിന് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാ. യാരാ മമ്മന്റെ തലക്കെടുത്ത് അടിക്കുക. അതെടുത്തിട്ട് അടിക്ക്. തലക്കടി അതൊന്നും വേണ്ട. അല്ല നിങ്ങൾ അവിടെ എത്തിയിട്ടല്ലേ ചെയ്യണത്? എന്തിനാ വെറുതെ എന്താ അവിടെ? എന്താണ് ഇതൊക്കെ? ആരാ? എന്ത് വേണോ? ഇവരൊക്കെ എന്താ വല്ല ആത്മാക്കളാണോ? നിക്കണോക്കിയാ ഗൈസ്, ഒരു പ്രേതത്തിനെ നോക്കി നിക്കണ പോലാട്ടെ ഇവര് നോക്കിക്കണേ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആര് ഇന്റെ ബാക്കിൽ ഹിബ ഉണ്ടായിന്. ഹിബ എല്ലാരും നോക്കണോക്കി ഗൈസ്. വാവ്, എടാ ഇല്ലൊരു പട്ടികളെ നോക്കി ഇഷ്ടം പോണില്ല. അങ്ങോട്ട് വാ. എടാ ഇവന്മാരെന്താ ഗൈസ്? ഇവന്മാര് ശരിക്കും പ്രേതങ്ങളായിട്ടാണോ നിക്കണോക്കെ? അതേപോലെ തന്നെ ഗൈസ്. യെസ് ഗൈസ്, അപ്പൊ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മള് പോയിട്ട് വരാട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ ലെറ്റ്സ് ഗോ. പോലെ വാ. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു ഫ്ലാറ്റിലേക്ക് പോവാണ്. ഇനി നാളെ വരും അല്ലേ? ഓക്കെ ഗൈസ്, മമ്മി പോവാണ്ട്. മമ്മിന്റെ പേരാണ് സുൽഫത്ത് KP. ഇവിടെ ആരാ ഇത്? ഉമ്മ പോവായില്ലേ? ഇനി ഉമ്മല്ലേ അന്നെ മാത്രം സഹിക്കണല്ലോ. അത് ആലോചിച്ചൊരു കാര്യം. 14 ദിവസത്തേക്കല്ലേ? അത് വലിയ ദിവസാണോ? വസികാക്ക് അക്ഷരാഭ്യാസവും വസികാക്ക് എഴുതാൻ അറിയുന്നു, സ്റ്റൈലിൽ എഴുതാൻ അറിയുന്നു തെളിയിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ. പോണതിനനുബന്ധിച്ച് ഇവിടെ നല്ല ബീഫ് സ്റ്റൂ, അതുപോലെ നല്ല നെയ്ച്ചോറ്, പിന്നെ എന്തും ബീഫ് സ്റ്റൂ ആണ്. എന്തൊക്കെയോ ഉണ്ട്, നല്ല വിഭവസമൃദ്ധമായ ഫുഡ് ഉണ്ട്. നമുക്ക് തിന്നിട്ട് പോകാനാണ് തോന്നുന്നത്. യെസ്, അപ്പൊ നല്ല ചിക്കൻ കറി. മോനെ, നിങ്ങൾ രണ്ടാളും ഇവിടെ എന്ത് ചെയ്യാ? പൂച്ച നോക്കിക്കൈ. പൂച്ചക്ക് മാമാ കൊടുക്ക്. കൊടുക്ക്. ഇതാരാ? അതെയും ഹലോ, ഫസിക്കാക്കന്റെ കസിനാണ് കേട്ടോ. ഇതും ഫസിക്കാക്കന്റെ കസിനാണ്. എന്താ അങ്ങനെ ഇവളൊക്കെ ആരെ ഫാൻസാ? വിജയ് ഫാൻസ് അല്ലേ? യെസ്, വിജയ് ഫാൻസ് ആണ്. ഇവരെ എപ്പോഴും ഷർട്ടൊക്കെ ഇടുമ്പോ വിജയിനെ പോലെ തുറന്നിട്ടിട്ടാണ്. ഇമ്മ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയതാണ്. ആ സമയം കൊണ്ട് നമ്മള് ഫുഡൊക്കെ വിളമ്പി വെക്കും. ഞാനല്ല, ഇവിടെ കുറെ ആൾക്കാർ ഇല്ല. ഞാൻ ഇപ്പൊ ഉസ്താദിനുള്ള ചോറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഉമ്മ പറഞ്ഞിട്ട് ആഴ്ചയിൽ 2 ദിവസം തുടക്കണം, പിന്നെ ഇപ്പനെയും എല്ലാരും നോക്കണം. ഒക്കെ ഞാൻ നോക്കും കണ്ണോണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മളെ എയർപോർട്ടിലെ 13 കയറാൻ വേണ്ടി പോണേ. ഇപ്പൊ കഥ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവണ്ട് ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഭയങ്കര കാലിയാട്ടോ. സാധാരണ ഈ എയർപോർട്ട് ഒരു വൃത്തിയുടെ എയർപോർട്ടാണ്, ഫുള്ള് തിക്കും തിരക്കാണ്ടാവില്ല. പക്ഷെ ഈ സമയം അതിനെ കൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ കുറവായതിനെ കൊണ്ട് നല്ല വൃത്തിയും വെടുപ്പുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. അതെ ഞാൻ ഇപ്പോഴൊന്നും പോയില്ല. ഇപ്പൊ എല്ലാ പാപങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യൂലേ? ചെയ്യാൻ പോകുന്ന ഫസികാക്കനെ കുറച്ച് ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്കാണല്ലോ കുമ്പസരിക്കാൻ പറ്റൂല്ലേ ഫാദർ. ഏകദേശം ടൈമായിട്ടാ. അപ്പൊ എന്തായാലും ഈ പോവാണ്. ഉമ്മ യൂട്യൂബിൽ റീച്ച് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ.
യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരോട് പ്രാർത്ഥിക്കുന്ന കാര്യം കുറച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കറക്റ്റായി പറഞ്ഞെടുക്കാണ്ട് യൂട്യൂബിൽ റീച്ച് കൂടാൻ പ്രാർത്ഥിക്കുക. ഇൻസ്റ്റാഗ്രാം പിന്നെ ബിസിനസ് അല്ലെ പിന്നെ ഇവൾക്ക് ലേശം ബുദ്ധി വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അതേ പ്രാർത്ഥിക്കണം.